ഞാൻ കൊല്ലം ഏനാത്തുള്ള ധരണി ഫാംസിൻ്റെ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടാണ്. ആയിരിക്കുന്നതാണ് മനിച്ചേട്ടൻ. അപ്പോൾ അവരെയും മനിച്ചേട്ടൻ്റെയും അന്മംഗല്യ ചേട്ടൻ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടാണ് ഈ ഫാം എന്ന് പറയുന്നത്. അവർ നല്ല കർഷകരാണ്. അതിൻ്റെ ഈ കടയുടെ ബാക്കിൽ തന്നെയാണ് അവരെ കൃഷിസ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്ന വിളകളും എല്ലാം കൊണ്ടുവന്ന് ഇവിടെയാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ ആയിരിക്കുന്നതുണ്ട്. പിന്നെ അതുപോലെ കർഷകരിൽ നിന്ന്, ജൈവ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് നേരിട്ടാണ് ഇവർ സാധനങ്ങളെടുത്ത് കച്ചവടം ചെയ്യുന്നത്. എല്ലാം നാടൻ സാധനങ്ങളാണ്. വാഴക്കൊമ്പ്, മത്തങ്ങ, ഒരു തരത്തിലുള്ള പാഷൻ ഫ്രൂട്ടുണ്ട് കുമ്മളിയിൽ പിടിക്കുന്ന, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അത്. പിന്നെ നമ്മുടെ അരി, തവിട് കൂടിയ അരിയുണ്ട്. പിന്നെ കുമ്പളം, പിന്നെ നമ്മുടെ കൂർക്ക, നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, ചേമ്പ്, ചേന, കാച്ചിൽ, പിന്നെ പൊടികൾ കുറേ ഉണ്ട്. നമ്മുടെ മില്ലറ്റ്, അവിലേസ് പൊടി, റാഗി, മഞ്ഞപ്പൊടി, കുരുമുളക് എല്ലാം കിട്ടും കേട്ടോ. എല്ലാം നല്ല സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസിനൊക്കെ പുറത്തോട്ടൊക്കെ നമ്മൾ എന്തായാലും വെക്കേഷനല്ലേ, നമ്മളെല്ലാം പോകില്ല. അപ്പോൾ എല്ലായിടം പോകും. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും പറ്റുന്നവരൊക്കെ ഈ ഫാം ഒന്ന് സന്ദർശിക്കണം കേട്ടോ. ഇതാണ് അവരുടെ ഫാം. അപ്പം കണ്ടോ, കൃഷിസ്ഥലമാണ്. ഇപ്പോൾ കൃഷിസ്ഥലം ഇപ്പോൾ നട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചുരക്ക കുറേ പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ കുറേ അവർ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിറച്ച് തണ്ണിമത്തനായിരിക്കും. കഴിഞ്ഞ തവണ സൂര്യാന്തിയും ചെണ്ടുമല്ലി ഇട്ട സമയത്താണ് ഞങ്ങൾ പോയത്. ഇത്തവണ ചുരക്ക കുറേ പിടിച്ചിട്ടുണ്ട്. ചുരക്ക മൊത്തം അവിടെ ഷോപ്പിൽ തന്നെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുക. പിന്നെ തണ്ണിമത്തനൊക്കെ പിടിച്ച് തൈ നട്ട് വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ പച്ചമുളക് കുറേ ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത റെഡ് ലേഡി പപ്പായ. അപ്പം അവരുടെ പരസ്യം എന്ന് പറയുന്നത് എന്തുവാണ്, കൃഷി കണ്ട് കൃഷി സാധനങ്ങൾ വാങ്ങിക്കാം എന്നല്ലായിരുന്നു അവരുടെ പരസ്യം. കണ്ടോ, അതിൻ്റെ കടയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ്. അത് മാത്രമല്ല മീൻ കുളമുണ്ട്. അപ്പം വളർത്ത മത്സ്യം ഉണ്ട്. അപ്പം അവിടെ നിന്ന് വരുന്നവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീനും വാങ്ങിച്ച് പോവാം. ഇതുപോലെ മച്ചിങ് ഷീറ്റിട്ട് ഇപ്പം ഈ നട്ടിരിക്കുന്ന ഇത് മൊത്തം തണ്ണിമത്തൻ പിടിച്ച് കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതും അവിടെ ഫാമിൽ തന്നെ കിട്ടും, വിൽപ്പനയ്ക്ക് കിട്ടും. പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ. അപ്പം ഞങ്ങൾ നല്ല വെയിലെത്താൻ പോയത്, അതുകൊണ്ട് അപ്പോൾ എല്ലാം നല്ല ഇച്ചിരി വാടിക്കിടക്കുക. കൊട്ട വെയിലല്ലായിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ല ഉഷാറാകും. എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. പച്ചമുളകൊക്കെ ഒരുപാട് പിടിച്ച് കിടപ്പുണ്ട്, ഒരുപാട് പിടിച്ച് തീരാറായിട്ടുണ്ട്. പിന്നെ അരൂരായിട്ടാണ് റെഡ് ലേഡി പപ്പായ നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവം കേട്ടോ. നമ്മൾ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കണം. ഈ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കൃഷിയും കാര്യങ്ങളും. ഈ കൃഷി കാണാനും കൃഷിസ്ഥലം കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. റെഡ് ലേഡി പപ്പായൊക്കെ നേരത്തെ ഞാൻ കാണിച്ചതാണ്. അത് അവിടെ സൈഡിൽ നിരത്തി നട്ടിട്ടുണ്ട്. കുറേ കായ പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ കുറേ കൊച്ചു തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഉണ്ട്, തൈ വിൽപ്പനയൊക്കെ ഉണ്ട്. പ്ലാവും അങ്ങനെയുള്ള ചെറിയൊരു കറിവേപ്പില, പേര അങ്ങനെയുള്ള തൈകൾ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ചെറിയ രീതിയിലൊരു തൈ വിൽപ്പനയുണ്ട്. പിന്നെ ചക്ക, ചക്കയും പപ്പായ എപ്പോൾ വന്നാലും ഉണ്ട് കേട്ടോ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ചക്ക കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, ചക്ക കിട്ടും. ഇതായിരിക്കുന്നതാണ്. ചേട്ടൻ ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലിയുണ്ട്. എങ്കിലും കൃഷി ഇപ്പോഴും മനസ്സിൽ കളഞ്ഞിട്ടില്ല.